കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ കണ്ട കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ ദൈവം വരുത്തിയ മഹാകരുണയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 35-ാമത് വാക്യം: നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. ഈ വാക്യങ്ങൾ കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന സമയത്ത് പത്രോസിനോട് കർത്താവ് പറയുന്ന വാചകങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കർത്താവെ, പത്രോസ് യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവെ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ക്ഷമയെക്കുറിച്ചുള്ള ടോക്ക്, ഒരു സംസാരം അവിടെയാണ് കർത്താവ് ആരംഭിക്കുന്നത്. താട്ട് നമ്മൾ വായിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ക്ഷമിക്കേണ്ടത്, അല്ലെങ്കിൽ ആരാണ് ക്ഷമിക്കേണ്ടത്, എന്താണ് നമ്മൾ ദൈവത്തോടുള്ള മനുഷ്യരോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ നമുക്ക് താട്ട് മനസ്സിലാക്കുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ കാലത്ത് ഏറ്റവും പ്രസക്തമായ, പ്രത്യേകിച്ച് ആത്മീയ ലോകം, വിശ്വാസ ലോകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സബ്ജക്റ്റാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ കർത്താവ് കാൽവറിയുടെ കുലമരത്തിൽ വെച്ച് മനുഷ്യകുലത്തിന് മുഴുവൻ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മരണത്തിന് കീഴടങ്ങുമ്പോൾ റോമൻ പടയാളികൾ അതുപോലെ യഹൂദ ജനം ഒന്നടങ്കം യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി നിലവിളി നടത്തുന്ന സമയത്തൊക്കെ അവരോട് ക്ഷമിക്കാൻ യേശുവിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായൊരു വിഷയമാണ്, അല്ലേ? വളരെ അനുഗ്രഹീതമായൊരു ചിന്തയാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇവർക്കത് അറിയത്തില്ല, ഞാനാണ് കർത്താവ്, അല്ലെങ്കിൽ ഞാനാണ് ദൈവമെന്ന് ഇവർക്ക് അറിയത്തില്ല. ഇവർ എന്നോട് ചെയ്യുന്നത് ഇന്നതെന്ന് അവർ അറിയുന്നില്ല. അതുകൊണ്ട് ദൈവം അവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, നിങ്ങൾ വന്നിരിക്കുന്ന രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ അടുക്കൽ. എന്താണ് യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത? അത് ക്ഷമിക്കുന്ന രക്തമാണ്. എന്താണ് ഹാബേലിന്റെ രക്തത്തിന്റെ പ്രത്യേകത? ഹാബേലിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിന്റെ പ്രതികാരത്തിന് വേണ്ടി ദാഹിച്ച രക്തമാണ് ഹാബേലിന്റെ രക്തം. അതേസമയം യേശുവിന്റെ രക്തം അത് പുണ്യാക രക്തമാണ്, അത് സംസാരിക്കുന്ന രക്തമാണ്, അത് ക്ഷമിക്കുന്ന രക്തമാണ്. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയാം, നമ്മളോട് പലപ്പോഴും പലരും നമുക്കെതിരെ നിന്നെന്ന് വരും, പലരും നമ്മോട് എതിർത്ത് സംസാരിച്ചെന്ന് വരും. നമുക്കൊരിക്കലും മനസ്സിൽ നിന്ന് മറക്കാൻ കഴിയാത്ത പല വേദനകളും പലരും നമ്മുടെ ജീവിതത്തിൽ നൽകിയെന്ന് വരാം. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, അവരോടൊക്കെ നമുക്ക് കർത്താവിന്റെ നാമത്തിൽ ക്ഷമിക്കുവാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാണ്. അത് മാത്രമല്ല, ഇവിടെ പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ പാപങ്ങളെ ദൈവം നമ്മോട് ക്ഷമിച്ചല്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നോക്കിയേ, വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം, അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ആ തെറ്റുകളെല്ലാം കർത്താവ് നമ്മളോട് ക്ഷമിച്ചില്ലയോ? അങ്ങനെയെങ്കിൽ നമ്മൾ സഹോദരനോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കത്തില്ല എന്നാണ് തിരുവചനം നമുക്ക് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ ചുരുങ്ങിയ കാലഘട്ടം ജീവിതം, ആ ജീവിതത്തിനകത്ത് ആരോടും പരിഭവത്തോടെ ഇരിക്കാതെ, ആരോടും പിണങ്ങിയിരിക്കാതെ, എല്ലാവരോടും സമാധാനമായിരുന്നു കൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ അവർ നമ്മോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ഏറ്റുപറയാനും ക്ഷമയാചിക്കാനും നമ്മൾ തയ്യാറായ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹീതമാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇതാണ് യഥാർത്ഥ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങൾ തരുന്ന ഈ സന്ദേശം അവരുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിന് കാരണമാകുവാൻ സ്വർഗമേ അവിടെ ഇടവരുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടെ നിന്ന് സഹായിച്ചാൽ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.